ഡോക്ടർ റിയാസ് ബാബുവിന്റെ പ്രസംഗം വിലയിരുത്തുമ്പോൾ തുടക്കത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് വിചാരിച്ചു. ഏറ്റവും വളരെ മികച്ചൊരു പ്രസംഗം നമുക്കെല്ലാവർക്കും മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ എന്താണ് എഴുതേണ്ടത് എന്ന് എനിക്ക് തോന്നിയത് മുഴുവൻ നല്ല കാര്യങ്ങൾ മാത്രം എഴുതുക എന്നുള്ള ഒരു അവസരം തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. വളരെയധികം ഭംഗിയായി എന്തൊരു നല്ല ഡയലോഗോട് കൂടിയിട്ടാണ് പ്രസന്റ് ചെയ്തത്. വളരെ മനോഹരമായിരുന്നു. അത് ആ ഒരു ഡയലോഗോട് കൂടി തന്നെ എല്ലാവരെയും കൈവരുത്തും. പിന്നെ ഏകദേശം നമ്മളെ പലരും പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സാണ് ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു ലക്ഷ്യം. പാസ്സാവുക, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക, ഇതാണ് നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ രീതിയിലായിരുന്നു നമ്മളൊക്കെ കഴിഞ്ഞത്. അന്ന് ഏകദേശം 30% അല്ലെങ്കിൽ 35% കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നമ്മളൊക്കെ പഠിക്കുമ്പോൾ. ആ റിസൾട്ട് സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ തോൽക്കുന്ന 2 വിഷയങ്ങളാണ് കണക്കും പിന്നൊന്നാരെങ്കിലും പറയും. പക്ഷെ അതിൽ ഏറ്റവും നന്നായിട്ട് കണക്കിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത് 100-ൽ 100 അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വിഷയമല്ല എന്നുള്ളതാണ്. ആ ഒരു തലത്തിലേക്ക് എത്തുന്നത് ഒരുപാട് പേരില്ലെങ്കിലും വളരെ കുറച്ച് പേരുണ്ട്. അവർ അത് എത്തുകയും അതിലൂടെ കണ്ടിന്യൂ ചെയ്തു എന്ന് പറയുന്നത്, അതിലൂടെ തുടർന്നു എന്ന് പറയുന്നത് കൂടിയിട്ട് വളരെ നല്ല. അത് എങ്ങനെയാണ് എത്തിയത് എന്നുള്ളത് കൂടി അനുഭവത്തിൽ കൂടെ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് എനിക്കും ഒരു അനുഭവം തന്നെയായി. ഏറ്റവും വലുത് നമ്മുടെ അധ്യാപകർ തന്നെയാണ്. മാർക്ക് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അധ്യാപകനെ എങ്ങനെ വളർത്താൻ പറ്റും. അധ്യാപകൻ നല്ല എന്ന് പറയുന്നത് അത് ഗുരു എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഗു എന്നത് ഇരുട്ടാണ്, രു എന്നത് മാറ്റുക. ഈ ഗുരു എന്നുള്ള ഒരു രീതിക്ക് വന്ന അധ്യാപകനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് കണക്കിലെത്താൻ പറ്റിയത്. അദ്ദേഹത്തെ പോലെ തന്നെ ഞാനും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് ഈ കണക്കിൽ തന്നെയായിരുന്നു. മിക്കവാറും ഫുൾ മാർക്ക് വാങ്ങിയിരുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഇത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. പക്ഷെ അദ്ദേഹം കണക്കിൽ തുടർന്നു, ഞാൻ 10ഓടുകൂടി കണക്കടച്ചു വെച്ചു. പിന്നെ കണക്കുകളിനെ പറ്റി വളരെ രസകരമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് എത്തിയത് അതെല്ലാവരെയും തീർച്ചയായിട്ടും സ്വാധീനിച്ചത്. പ്രത്യേകിച്ച് തീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്നത് അതും ഓർമ്മപ്പെടുത്തി A+B². ഇന്ന് കണക്കിലെ അധ്യാപകരെ കാണുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടാണ് A+B² മാത്രമല്ല നമ്മൾ പഠിച്ച പലതും ഇന്ന് എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളത് വളരെ സംശയമാണ്. പിന്നെ നിത്യജീവിതത്തിലുള്ള എല്ലാം കണക്കാണ് എന്നുള്ളത് ഇന്നിപ്പോ എല്ലാവരും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഞാൻ അന്നത്തോടുകൂടി A+B² വരെ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറം ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരെയും വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. നിത്യജീവിതത്തിൽ എല്ലാത്തിനും ഉണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് ഒരു നിർദ്ദേശം പറയാനുള്ളത്, നേരത്തെ ഞാൻ ഒരു പറഞ്ഞിട്ടുള്ള തന്നെയാണ്. നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു വികാസം വേണ്ടത് 2 കാര്യത്തിലാണ്. ഈ കാര്യങ്ങൾ വലിച്ചുകൂട്ട് ഇതൊക്കെ നിർത്തുക എന്നുള്ളത്. പിന്നെ അദ്ദേഹം നമ്മുടെ ഈ വിദ്യാപദം എന്നുള്ളത് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമായിരുന്നു. അത് ഒന്നല്ല, നിരവധി തവണ വിദ്യാപദം എന്ന് പറയാൻ അദ്ദേഹത്തിന് നല്ലൊരു പാത ഉണ്ടായി. പക്ഷെ ആ പാത അദ്ദേഹം പൂർണ്ണമായി അടച്ചു വെച്ചു. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക, സ്ഥലം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇത്ര മാത്രം. വളരെ നന്നായി.